പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 26-ാം വചനം കാണിച്ചിരിക്കുകയാണ്. യേശു ഇവയെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന്. എമ്മാവുസിലേക്ക് പോയ 2 പേരെക്കുറിച്ച് കാണിച്ചിരിക്കുകയാണ്. ഒന്ന് യേശുവിൻ്റെ ശിഷ്യനും ആ ശിഷ്യൻ്റെ സുഹൃത്തായ ക്ലെയോപ്പാസ് എന്നു പേരുള്ളവനും അവർ രണ്ടുപേരും കൂടി ജെറുസലേമിൽ നിന്നും എമ്മാവുസിലേക്ക് ഏതാണ്ട് 60 സ്ഥാദിയോൻ ദൂരമുണ്ട്. അങ്ങനെയൊക്കെ അവർ സംസാരിച്ചുകൊണ്ട്, തർക്കിച്ചുകൊണ്ട്, വാദിച്ചുകൊണ്ട് ആ ആഴ്ചയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് വാദോരാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ യേശുവും അവരോടൊപ്പം കൂടി. പക്ഷേ അവർക്ക് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അപ്പോൾ ക്ലെയോപ്പാസ് എന്നു പേരുള്ള ആ വ്യക്തി യേശുവിനെ നോക്കിയിട്ട് പറയുകയാണ്, നീ ഇവിടത്തുകാരനല്ലേ? നീ ഇവിടെ അപരിചിതമാണോ? നിനക്ക് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയില്ലേ? ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ഉള്ളവൻ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മിശിഹായെ, നസറായന യേശുവിനെ ഞങ്ങളുടെ പുരോഹിതന്മാരും നേതാക്കന്മാരും കൂടി ചേർന്നിട്ട് മരണത്തിന് വിധിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ക്രൂശിൽ തറച്ചു കൊല്ലുവാനായിട്ട് കൊന്നു. അവൻ വാക്കാലും പ്രവൃത്തിയാലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ശക്തിയുള്ളൊരു പ്രവാചകനായിരുന്നു. ഇസ്രായേലിനെ രക്ഷിക്കുവാൻ അവനാണ് ഇസ്രായേലിനെ രക്ഷിക്കുവാനുള്ളവനെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള ചില സ്ത്രീകൾ, അവൻ മരിച്ചിട്ട് ഇന്ന് 3-ാം ദിവസം അടക്കം ചെയ്തിട്ട്, ഞങ്ങളുടെ ഇടയിലുള്ള കുറച്ച് സ്ത്രീകൾ ഇന്ന് കല്ലറയിൽ ചെന്നപ്പോൾ അവിടെ കാണുന്നില്ല, അവനെ കാണുന്നില്ല, യേശുവിനെ കാണുന്നില്ല. എന്നതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളോടൊപ്പമുള്ളവരും ഞങ്ങളുടെ സഹ സുഹൃത്തുക്കളും ചെന്ന് നോക്കി. പക്ഷേ അവരും കണ്ടില്ല. ഇത് അത്ഭുതമായിരിക്കുന്നു. കച്ചയും തലയിൽ കെട്ടിയിരിക്കുന്ന തുവാലയുമല്ലാതെ ഒന്നും തന്നെ കാണുന്നില്ല. കൂടാതെ സ്ത്രീകൾക്ക് ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറഞ്ഞു. അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് സ്ത്രീകളോട് പറയാം. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരിക്കുകയാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യേശു അപ്പോൾ അവരുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയുകയാണ്, സുഹൃത്തുക്കളെ, പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യം വിശ്വസിക്കാൻ കഴിയാത്തപ്പോൾ നിങ്ങളുടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നു. പ്രവാചകന്മാരും പ്രബോധകരും വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് യേശു വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. വഴിയിൽ വെച്ച് അവരും മുണ്ടാതെ അവർ വ്യാഖ്യാനിച്ചു കൊടുത്ത് കേട്ടുകൊണ്ടിരുന്നു, കുഞ്ഞുങ്ങളെപ്പോലെ. ഏകദേശം വൈകുന്നേരമായപ്പോൾ അവർ എത്തേണ്ട സ്ഥലമായി. യേശു നേരെ നടക്കുന്ന ഭാവത്തിൽ നടന്നു. അവരെ തിരിഞ്ഞപ്പോൾ അവർ യേശുവിനോട് പറഞ്ഞു, സന്ധ്യാകാൻ പോകുന്നു, നേരെ വെട്ടിത്തുടങ്ങി, ഇന്ന് ഞങ്ങളോട് സഹവസിക്കുക, നാളെ പോകാം. യേശു അവരോടുകൂടെ അന്ന് താമസിക്കുകയാണ്. യേശു അവരോടുകൂടെ ഭക്ഷണത്തിരുന്നു അപ്പമെടുത്ത് ആശീർവദിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുത്തു. അവർ നോക്കി നിൽക്കെ തന്നെ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. അത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. യേശു അപ്പോൾ തന്നെ അപ്രത്യക്ഷമായാണ്, അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അപ്രത്യക്ഷമായി. അവരും കണ്ടു സത്യം. അവരുടനെ തന്നെ സടപടം ചെയ്തിട്ട് അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 11 ശിഷ്യന്മാരെയും കണ്ടു. അവരോടുകൂടെ കുറേ ജനങ്ങളും ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ എടുത്ത് അവരിങ്ങനെ ആശ്ചര്യപ്പെട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുകയാണ്.
യേശു ഞങ്ങളോട് ആയിരുന്നപ്പോൾ വഴിയിൽ വെച്ച് വ്യാഖ്യാനിച്ചു തന്നു. അപ്പോൾ ഞങ്ങളുടെ ഹൃദയം ജ്വലിച്ചിരുന്നത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു, ജ്വലിച്ചവരെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ഞങ്ങളുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അപ്പം ആശീർവദിച്ച് തന്നു, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അപ്രത്യക്ഷമായി. ഇതെല്ലാം കേട്ട് എല്ലാവരും പ്രാർത്ഥനയിലായി. ഇത് സംഭവിച്ചിരിക്കുന്നു, എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നു, എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്നിൻ്റെ കാലത്ത് ഇതെല്ലാം നമുക്ക് യേശുവിൻ്റെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ, യേശുവിൻ്റെ രക്തവും മാംസവും നമുക്ക് ജീവൻ്റെ തുടിപ്പാണെന്ന് കാണിച്ചിരിക്കുകയാണ്. ആയതിനാൽ നമ്മളായിരിക്കുന്നവർ പരസ്പരം ദൈവസ്നേഹത്തിലായിരിക്കാം. നമ്മൾ ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ഭരണകർത്താക്കൾ വേണം. നമ്മളതിനു വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട്ട് ഓടുകയാണ്. അതിൽ എതിർ പാർട്ടികളുണ്ട്, വലത് പാർട്ടികളുണ്ട്, തേർഡ് പാർട്ടിയുണ്ട്, ഫോർത്ത് പാർട്ടിയുണ്ട്, അങ്ങനെ പാർട്ടികൾ ഇഷ്ടംമാരെ. പക്ഷെ നല്ല ഭരണം കാഴ്ചവെക്കുന്നവരാരോ അവരാണ് ദൈവ സ്നേഹമുള്ളവർ. നിങ്ങളെ വിശ്വസിച്ച് ജനം നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി വോട്ട് ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങളിൽ അവരെ കൈവിടരുത്. അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് മുഖം തിരിക്കരുത്. അത് നിങ്ങളുടെ കടമയാണെന്ന് കണ്ടുകൊണ്ട്, അത് ഔദാര്യമല്ല, ജനങ്ങളുടെ ആവശ്യമാണ്, ജനസേവനമാണ് നിങ്ങൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. മുറിവുറുപ്പും തർക്കവും കൂടാതെ. എല്ലാവരും എല്ലാ വാഗ്ദാനങ്ങളും നൽകാറുണ്ട്. പക്ഷേ പിന്നീട് ജനങ്ങളുടെ കീശ കാലിയാകുന്ന രീതിയിലുള്ള പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരിലൊന്നുമില്ല ഒത്തൊരവസ്ഥ. എവിടെയും പിടിച്ചു നിൽക്കുക, ഭക്ഷണത്തിന് പോലും കഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് മാറും ഈ പോക്ക് പോയാൽ. ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഓരോ പ്രതിനിധികളും മുന്നോട്ട് വരിക. ദൈവസ്നേഹം ഉണ്ടാവും. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.